ദേശീയ ഗാനമായ ജനഗണമനയ്ക്കൊപ്പം ഇനി വന്ദേ മാതരത്തിനും തുല്യ പദവി. മോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തോടെ പൊള്ളലേറ്റവർ അനവധി. മൗദൂദി അനുയായികളും സമസ്തയും മുസ്ലിം ലീഗുമൊക്കെ പതിവ് പോലെ രംഗത്തെത്തി. അതിൽ അത്ഭുതം കൂറേണ്ടതില്ല. എന്നാൽ എന്താണ് കോൺഗ്രസ് നിലപാട്? മുസ്ലിം പ്രീണനത്തിന് മുന്നിൽ വഴങ്ങി വന്ദേ മാതരത്തിന്റെ 4 സ്റ്റാൻസുകൾ വെട്ടിമുറിച്ച കോൺഗ്രസ് ഇന്നും അതേ വോട്ട് ബാങ്കിനായി നിലപാട് ആവർത്തിക്കുകയാണ്. ഒരു കാലത്ത് വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ ആരംഭിച്ചിരുന്ന കോൺഗ്രസ് എപ്പോഴായിരുന്നു മതവെറിക്ക് മുന്നിൽ കീഴ്പ്പെട്ടത്? അതിലേക്ക് ഒരു എത്തിനോട്ടം. യഥാർത്ഥത്തിൽ 6 ഖണ്ഡികകൾ ഉൾപ്പെടുന്ന ഗീതമാണ് വന്ദേ മാതരം. അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന ചരിത്ര നോവലിൽ കുറിച്ച വരികൾ 6 ഖണ്ഡികകളാണ്. അതിലെ ആദ്യ 2 ഖണ്ഡികകൾ ഒഴികെ ശേഷിക്കുന്ന 4 സ്റ്റാൻസുകൾ ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്നില്ല. എന്തുകൊണ്ട് അത് സംഭവിച്ചു? സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ദുർഗയുടെയും സംയുക്ത രൂപമായി മാതൃഭൂമിയെ കാണുന്ന പരമോന്നത സങ്കല്പത്തിലാണ് ഈ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതത്തിന്റെ യുദ്ധ കാഹളമായി വന്ദേ മാതരം മാറുകയും ചെയ്തു. എന്നാൽ 1923 വന്ദേ മാതരം ആലപിക്കുന്നതിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. അന്ന് കാക്കിനാടയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എന്നത്തെയും പോലെ വന്ദേ മാതരം ആലപിക്കാനെത്തിയതായിരുന്നു ഗായകൻ വിഷ്ണു ദിഗംബർ പുലസ്കർ. എന്നാൽ അദ്ദേഹത്തെയും സമ്മേളനത്തിൽ ഒത്തുകൂടിയ മറ്റുള്ളവരെയും ഞെട്ടിച്ചുകൊണ്ട് മൗലാന മുഹമ്മദ് അലി വന്ദേ മാതരത്തെ എതിർത്തു. വേദിയിൽ പാടുന്നത് തടഞ്ഞു. ഇസ്ലാമിക ചിന്തകൾക്ക് വിരുദ്ധമാണ് വന്ദേ മാതരമെന്നും ബിംബാരാധനാപരമാണെന്നും ചൂണ്ടിക്കാട്ടിയ മുഹമ്മദ് അലി വന്ദേ മാതരം കോൺഗ്രസ് സമ്മേളനത്തിൽ പാടുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിന് ഗായകൻ പലുസ്കർ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഇസ്ലാം മതസ്ഥരുടെ കുത്തകയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സംഗീതം നിരോധിക്കാൻ ഇത് നിങ്ങളുടെ മസ്ജിദുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം 1930കളിൽ വന്ദേ മാതരത്തിനെതിരെയുള്ള ലീഗിന്റെ പുറപ്പാട് രൂക്ഷമായി. വന്ദേ മാതരത്തിന്റെ അവസാന 4 ഖണ്ഡികകളിൽ ഭാരതാംബയെ ലക്ഷ്മിയായും ദുർഗയായും ഒക്കെ പ്രകീർത്തിക്കുന്നത് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസത്തെ ഖണ്ഡിക്കുന്നതാണെന്ന് ലീഗ് വാദിച്ചു. മുസ്ലിം വിഭാഗത്തെ ആകർഷിക്കുന്നതിന് വന്ദേ മാതരം തടസ്സമാകുമെന്ന് ഭയന്ന കോൺഗ്രസ് ദേശീയ ഗാനമായി സ്വീകരിച്ച ഗീതത്തെ വെട്ടാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ നിരോധനത്തിനു മുൻപിൽ പോലും അചഞ്ചലമായിരുന്ന വന്ദേ മാതരം രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക് ഇരയായി കോൺഗ്രസിന്റെ നട്ടിലില്ലായ്മയ്ക്ക് മുന്നിൽ വീണു. മുസ്ലിം ലീഗിന്റെ ആവശ്യം പോലെ അവസാന 4 ഖണ്ഡികകൾ പാടുന്നത് ഒഴിവാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. ഇതുവഴി ലീഗിനെ എന്നും ഒപ്പം നിർത്താനാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ മോഹമെങ്കിലും 10 വർഷത്തിനിപ്പുറം മതരാജ്യം മതിയെന്ന് പറഞ്ഞ് ലീഗ് സ്ഥലം വിട്ടു. അന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ലീഗ് പറഞ്ഞത് പ്രകാരം വന്ദേ മാതരത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ് ഇന്നും വന്ദേ മാതരത്തെ എതിർത്തുകൊണ്ട് അതേ തെറ്റ് നിലപാടുകളിലൂടെ ആവർത്തിക്കുകയും ചെയ്തു. ഒരു കാലത്ത് വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപത്തോട് കോൺഗ്രസിലെ മുസ്ലിങ്ങൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നില്ലെന്ന സത്യവും കോൺഗ്രസ് സൗകര്യപൂർവ്വം വിസ്മരിച്ചു. ആദ്യ 2 ഖണ്ഡികകളിലെ പ്രകൃതി വർണ്ണന മാത്രം നമുക്ക് മതിയെന്ന കോൺഗ്രസിന്റെ തിട്ടൂരത്തിന് ഇനി ആയുസില്ല. ഭാരതീയരുടെ സ്വത്വവും പോരാട്ട വീര്യവും സംസ്കാരവും വിളിച്ചോതുന്ന വന്ദേ മാതരത്തിന് തുരങ്കം വെച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്ത ആ വലിയ തെറ്റ് ഇന്ന് മോദി സർക്കാരിലൂടെ തിരുത്തി കുറിക്കപ്പെടുകയാണ്. ബ്രിട്ടീഷ് ലാത്തികളെയും ബൂട്ടുകളെയും നേരിട്ട് ഭാരതത്തിന്റെ തെരുവുകളിൽ ഇടിമുഴക്കമായി മാറിയ വന്ദേ മാതരം അതിന്റെ 150ാം വാർഷിക വേളയിൽ അതിന്റെ പൂർണ്ണതയോടെ രാജ്യമെമ്പാടും ഇന്ന് മുഴങ്ങിക്കേൾക്കും.